രണ്ട് കണ്ണ് കഥകിൻ മറവില് ഹലോ ഹായ്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് സ്കിൽ സെറ്റായ എങ്ങനെ ഒരു മോൺസ്റ്ററിനെ പിടിക്കുക എന്നുള്ളതാണ്. മോൺസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ പോകുന്നത് ഗോഡ്സില്ല, കിങ് കോങ്, ലാലറ്റ്, അതായത് ഇവരെയൊക്കെ ആയിരിക്കും മോൺസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മണ്ണെണ്ണ കുപ്പിക്കുള്ളൂ, മോൺസ്റ്റർ ആണ് അത്ര. ബൈ ദ വേ, നിങ്ങൾ പേടിക്കേണ്ട, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇന്ത്യയിൽ വരില്ല. ഇന്ത്യയിൽ വെച്ച് നിങ്ങൾക്ക് ആകെ കാണാൻ പറ്റുന്നത് ഒരേ ഒരു മോൺസ്റ്ററിനെയാണ്. ആൻഡ് ചിങ്ചോങ്ങിന് സാധാരണ മോൺസ്റ്റേഴ്സിനെ പോലെ എല്ലാവരോടും പ്രശ്നമൊന്നുമില്ല. ഇദ്ദേഹത്തിന് കപ്പിൾസിനോട് മാത്രമാണ് വിരോധം. ഫോർ എക്സാമ്പിൾ, my nutcase husband. എനിവേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാരണം ഈ മോൺസ്റ്ററിന് പോലും നമ്മളെ വേണ്ട. പക്ഷേ നമ്മുടെ സിനിമയിലെ നായകനും നായികയും സിംഗിൾസ് അല്ല, കാരണം ഇവരാണല്ലോ നായകനും നായികയും. അതുകൊണ്ട് തന്നെ ഈ മോൺസ്റ്ററിനെ കൊല്ലാനായിട്ട് ഇവർ തീരുമാനിക്കും. മിസ്റ്റർ ഗോഡ്സില്ലേനെ കൊല്ലണമെങ്കിൽ ഓക്സിജൻ ഡിസ്ട്രോയർ വേണം, കോങ്ങിനെ കൊല്ലണമെങ്കിൽ വല്ല ന്യൂക്ലിയർ മിസൈൽസ് വല്ലതും വേണ്ട വരും. ആൻഡ് നമ്മുടെ ഇന്ത്യൻ മോൺസ്റ്ററിനെ കൊല്ലാനായിട്ട് ഗംഗയിൽ മുക്കിയ തോക്കിന്റെ ഉണ്ടയെടുത്ത് വെടിവെച്ചാൽ മതി എത്ര. ഇങ്ങനെ ഒരു നിർഗുണ മോൺസ്റ്റർ. അപ്പോൾ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയല്ലോ അല്ലേ, ജസ്റ്റ് ഒരേ ഒരു വെടിവെച്ചാൽ പോരെ. പക്ഷേ ഈ പടത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ആർക്കും വെടിവെക്കാൻ അറിയില്ല. അതായത് ഇങ്ങനെ പോലെയുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ 5 മിനിറ്റ് തീരേണ്ട പടമായിരുന്നു. പക്ഷെ ഇതിലാർക്കും വെടിവെക്കാൻ അറിയാതുകൊണ്ട് പടം പിന്നെ ഒരു മണിക്കൂർ കൂടെ അങ്ങ് എടുത്ത്. മിസ്സിംഗ് ആണല്ലേ? മിസ്സായത് എവിടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. കലക്കൊന്ന് പറഞ്ഞതാ. എന്തായാലും ഇവന്മാര് വെടിവെച്ചാൽ മോൺസ്റ്റർ ചാകുമ്പോഴേക്ക് പടം 4 മണിക്കൂറും കഴിയുന്ന അറിയുന്നതുകൊണ്ട് തന്നെ ഇവർ പുതിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും. അങ്ങനെ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് മോൺസ്റ്ററിനെ മടയിലേക്ക് പോയി കൊല്ലുക. ഇവർ 3 പേരായിട്ടാണ് പോയത്, പക്ഷെ തിരിച്ചു വരുമ്പോഴേക്ക് ഒരാൾ മാത്രമേ ബാക്കി കാണുള്ളൂ. പുള്ളിക്ക് ലെഗ് പീസ് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്ട്രാറ്റജി പാളിയതുകൊണ്ട് തന്നെ ഇവർ പുതിയൊരു സ്ട്രാറ്റജി ഇറക്കും, മോൺസ്റ്ററിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലുക. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ സാധാരണ ആൾക്കാരെ പോലെ വിരുന്നിന് വിളിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ചോരയൊക്കെ കണ്ടാലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോൺസ്റ്ററിന്റെ ഗുഹ തൊട്ട് ഇവളുടെ വീട് വരെ ഇവൾ കൈ മുറിച്ചുകൊണ്ടങ്ങ് നടക്കും. സാധാരണ ആൾക്കാരാണെങ്കിൽ ചത്തുകൊണ്ടതാണ്, പക്ഷേ ഇറ്റ്സ് ബോളിവുഡ് ഗൈസ്. അങ്ങനെ അവസാനം ചോരയുടെ മണം കൊണ്ട് മോൺസ്റ്റർ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് പിന്നെയും തുടങ്ങും വെടിവെപ്പ്. അങ്ങനെ എന്നിട്ട് ഫൈനലി ഗണ്ണിൽ ഒരു ബുള്ളറ്റ് മാത്രം ബാക്കിയാവും. പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഇവിടുത്തെ എന്റെ ഹീറോയിസം പീക്ക് ലെവലിലെത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല, ഞാൻ പോവുകയാണ്. സാധാരണ മോൺസ്റ്റർ സിനിമകളിൽ മോൺസ്റ്റേഴ്സ് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ആയിരിക്കും. പക്ഷേ അഗെയിൻ ഇറ്റ്സ് ബോളിവുഡ് ഗൈസ്.